ആര് വന്നു? ആരവേ, നീ വേഗം പോയി വിളിക്ക. കവർ അങ്ങോട്ട്. ആ സൈഡ് പെട്ടെന്നാവട്ടെ. ഇങ്ങോട്ട്. വാ വാതിൽ തുറക്ക. മാം എന്താ വന്നേ? നിങ്ങളിത് എവിടെ പോയതാ? ഞങ്ങളൊരു അനാഥാലയത്തിൽ പോയതാ. അവിടെ എന്താ? ഒരു സംഭാവന കൊടുക്കാൻ പോയതാ മാം. ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളതാ മാം. ഓ, നിങ്ങൾക്ക് ഇങ്ങനൊരു പതിവുണ്ടോ? വെരി ഗുഡ്. അതിനാണ് നിങ്ങൾ പോയതെങ്കിൽ അതൊരു നല്ല കാര്യ. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. അതിനാ വന്നത്. എന്ത് സഹായം? പറയാം. ഇതെല്ലാം എന്തിനാ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നേ? എന്താ? എന്റെ കൈ തട്ടിയത് മാം. ഡ്രസ് ഒതുക്കിയിടാൻ നോക്കിയതാ ഞങ്ങള്. നിങ്ങളുടെ റൂമിൽ ഏത് സമയത്ത് വന്നാലും സ്റ്റാൻഡിൽ ഇങ്ങനെ ഡ്രസ്സുകൾ വാരി വലിച്ചിടുന്ന എന്തിനാ? നല്ല റൂം ഡിസിപ്ലിൻ ഉള്ള കുട്ടികളല്ലേ? എങ്ങനെയൊക്കെ ചെയ്യാമോ? ഇനി ശ്രദ്ധിക്കാം മാം. ഞങ്ങളുടെ സഹായം എന്താന്ന് മാം പറഞ്ഞില്ലല്ലോ. എനിക്കൊരു കോൾ വന്നു. അതൊരു അൺനോൺ നമ്പറിൽ നിന്നാ. അൺനോൺ നമ്പറോ? അതെ, ഒരു അനോണിമസ് കോൾ വന്നാൽ നമുക്കത് ഫോണിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഈ കോൾ എവിടെ നിന്നാ വന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് മറ്റേ കോളാണോ? ആണെന്നാ തോന്നുന്നു. ഈ അൺനോൺ നമ്പർ ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയോ? മാം, ഞങ്ങളൊന്ന് നോക്കട്ടെ. മാം, ലോക്ക് എടുത്ത് കൊടുക്ക. അയ്യോ, പോയില്ലേ? നമ്പർ കിട്ടിയോ? മാം, ഇത് നമ്പർ കണ്ടെത്താൻ പറ്റാത്ത ഏതോ ഒരു കോള്. വിദേശത്ത് ഇങ്ങനെയുള്ള കോളുകൾ വിളിച്ചേ നമ്മളെ ഹാക്ക് ചെയ്യും മാം. അതുകൊണ്ട് ഇങ്ങനത്തെ കോള് വരുമ്പോ മാം എടുക്കരുത്, കട്ട് ചെയ്യണം. ഈ കോൾ ചെയ്ത ആള് മാമിനോട് എന്താ പറഞ്ഞത്? അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനൊരു കോൾ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോള് വന്നിട്ടില്ലേ? ഇല്ല മാം, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കോൾസ് ഒന്നും വന്നിട്ടില്ല. ശരി, ഇത് കണ്ടുപിടിക്കാൻ വേറെ വഴിയുണ്ടെന്ന് നോക്കാം. ഇങ്ങനൊരു കോള് വരുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ശരി, താങ്ക് യു. ആയിക്കോട്ടെ മാം. ആരോ പോയോ? ഇപ്പോഴാ ഒരു ആശ്വാസമായത്. അല്ല, റീന മാമിന് വന്ന പോലെ ഒരു കോളല്ലേ നിങ്ങൾക്ക് വന്നത്? എന്നിട്ട് നിങ്ങൾ അക്കാര്യം എന്താ റീന മാമിനോട് പറയാതിരുന്നത്? അത് പറഞ്ഞാലേ വിളിച്ച ആള് നമ്മളോട് എന്താ പറഞ്ഞെന്ന് നമുക്ക് പുറത്തു പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാ പറയാതിരുന്നത്. നമ്മളെ വിളിച്ച അതേ വ്യക്തി റീന മാമിനെ വിളിച്ചിരിക്കുക. അയാളും നമ്മളോട് പറഞ്ഞ അതേ കാര്യം തന്നെ ആയിരിക്കും മാമിനോടും പറഞ്ഞിട്ടുണ്ടാവുക. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഉള്ള കാര്യം മാമിന് മനസ്സിലായി കാണില്ലേ? പിന്നെ എന്താ അറിഞ്ഞായിരിക്കും മാം ഇങ്ങോട്ട് വന്നതും. അയ്യോ, എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു. നീ വിഷമിക്കാതെ, ഇവിടെ വന്ന് ആരും നിന്നെ കണ്ടുപിടിക്കില്ല. നിങ്ങൾ എന്റെ അമ്മയൊന്ന് കണ്ടുപിടിച്ചാ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്റെ അമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം.
ആരവേ, നീ സങ്കടപ്പെടാതെ. നിന്റെ അമ്മയെ ഞങ്ങൾ കണ്ടുപിടിച്ച് നിന്റെ മുൻപിൽ കൊണ്ടുവരും.